ഹായ് ഓൾ. ഗർ ഡയറക്റ്റഡ് ബൈ ജെ.കെ. പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ കഥയും എഴുതിയത്. ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂവിൽ ചാക്കോച്ചൻ പറഞ്ഞിരുന്നു ഒറിജിനൽ സിംഹത്തെ വെച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന്. പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഗ്രാഫിക്സ് നിറഞ്ഞൊരു സിംഹത്തെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടുമാണ്. കൂടാതെ ശ്രുതി രാമചന്ദ്രൻ, മഞ്ജു പിള്ള, അലൻസിയർ, രമേശ് പിഷാരടി, രാകേഷ് മാധവൻ എന്നിവരുമുണ്ട്. പിന്നെ ഡെവറോളി അണ്ണൻ ചെറിയൊരു സീനിൽ വന്നു പോകുന്നുണ്ട്. റെജിമോൻ നാടാര്, അതാണ് കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടറിന്റെ നെയിം. പുള്ളി മദ്യപിച്ച് തിരുവനന്തപുരം സൂവിലെത്തുകയും അവിടുത്തെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ സുരാജ് വെഞ്ഞാറമൂടും ആ കൂട്ടിലേക്ക് ഇറങ്ങുന്നു. തുടർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമ മൊത്തത്തിൽ കണ്ടു തീർന്നപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ കയ്യിന്ന് പോയ പോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഇതിലെ കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. റെജിമോൻ, ഹരിദാസ് എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അവർക്ക് പ്രത്യേകിച്ച് സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേ? അതേപോലെ ചാക്കോച്ചന്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഒരു ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടറായിട്ട് രമേശ് പിഷാരടി വരുന്നുണ്ട്. പുള്ളി എന്തൊക്കെയോ പ്രഹസനം കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ ശ്രുതി രാമചന്ദ്രൻ, അത് സുരാജ് വെഞ്ഞാറമൂടിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. അവരുടെ റോള് മികച്ചതായിരുന്നു. പിന്നെ അവർക്കൊരു അനിയനുണ്ട്, പുള്ളി നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ റോള്. പിന്നെ മഞ്ജു പിള്ള, അവരുടെ റോളും നല്ല മികച്ചതായിരുന്നു. ഈ സിനിമയിൽ ഈ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ശരിക്കും ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ത്രെഡാണ്. അത് അവർ വലിച്ചു നീട്ടി ഒരു 2 മണിക്കൂർ സിനിമയാക്കി എന്ന് കരുതി ലാഗിങ് ഒന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷെ പറയത്തക്ക രീതിയിൽ സിനിമയിൽ ഒന്നുമില്ല. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ സിനിമ ഇഷ്ടമായേക്കാം. കാരണം ഇതിന്റെ ടൈറ്റിൽ കാണിക്കുമ്പോൾ ട്രിവാൻഡ്രം സൂ മൊത്തം കാണിക്കുന്നുണ്ട്, പിന്നെ സിംഹത്തിനെയും കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ മതിയാവും. അല്ലാത്ത പക്ഷം ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പറയാം. എനിക്ക് ഈ സിനിമ പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. ഒരു OTT-യിലൊക്കെ വന്നാൽ ചുമ്മാ കണ്ടിരിക്കാവുന്ന ചിത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, പുതിയൊരു ചിത്രത്തിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.